നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഹീമോഫീലിയ ചികിത്സയിൽ കേരളത്തിന്റെ ചരിത്ര വിജയം. രാജ്യത്ത് ആദ്യമായി സ്ത്രീക്ക് എമിസിസുമാബ് പ്രൊഫൈൽ ആക്സസ് ചികിത്സ നൽകി. വോട്ടർ പട്ടിക പരിഷ്കരണം ബീഹാറിന് മാത്രമല്ല രാജ്യത്താകെ ബാധകമെന്ന് സുപ്രീം കോടതി. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം കൊല്ലപ്പെട്ട സമരക്കാരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കും. ഇനി ഖത്തറിന് നേരെ ഇസ്രായേൽ ആക്രമിക്കില്ല, ട്രംപിന്റെ ഉറപ്പ്. അറബ് ഉച്ചകോടിക്ക് പിന്നാലെ വലിയ പ്രഖ്യാപനം. വാർത്തകൾ വിശദമായി. തൃശൂർ സ്വദേശിയായ 32-കാരിക്ക് വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ഹീമോഫീലിയ ചികിത്സ നൽകി കേരളം പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചു. കേരളം വലിയ മുന്നേറ്റമാണ് നടത്തിയതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് 32-കാരിക്ക് ഈ ചികിത്സ ലഭ്യമാക്കിയത്. ഹീമോഫീലിയ ചികിത്സയിൽ രക്തസ്രാവം തടയുന്ന ഏറ്റവും പുതിയ ചികിത്സാ രീതിയാണ് എമിസിസുമാബ് പ്രൊഫൈൽ ആക്സസ്. സ്ത്രീകളിലെ അമിത രക്തസ്രാവം തിരിച്ചറിയാനും ചികിത്സിക്കാനും കേരളം ദേശീയ മാർഗരേഖ തയ്യാറാക്കിയതും ആദ്യമായാണ്. ആശാധാര പദ്ധതിയിലൂടെയാണ് ഈ മരുന്ന് സൗജന്യമായി ലഭ്യമായിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി 18 വയസ്സിന് താഴെയുള്ള മുഴുവൻ രോഗികൾക്കും എമിസിസുമാബ് നൽകിയത് കേരളമാണ്. ഇതിനകം സംസ്ഥാനത്തെ 500-ലധികം രോഗികൾക്ക് ചികിത്സ ലഭ്യമായതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ബീഹാറിന് വേണ്ടി മാത്രം ബാധകമാക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. രാജ്യത്താകെ ബാധകമായ ഉത്തരവാണ് പുറപ്പെടുവിച്ചതെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടിക പരീക്ഷണത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിയമലംഘനമോ അപാകതകളോ കണ്ടെത്തിയാൽ മുഴുവൻ പ്രക്രിയയും റദ്ദാക്കുമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. പുതുക്കിയ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള തിരിച്ചറിയൽ രേഖയായി ആധാർ സ്വീകരിക്കണമെന്ന സെപ്റ്റംബർ 8-ലെ ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്ന ആവശ്യം കോടതി തള്ളി. റേഷൻ കാർഡുകളും ഡ്രൈവിംഗ് ലൈസൻസുകളും പോലെ തന്നെ ആധാറിനും വ്യാജ നിർമ്മാണ സാധ്യതയുണ്ടെങ്കിലും അതിനെ തിരിച്ചറിയൽ രേഖയായി ഒഴിവാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. വിദേശികൾക്കും ആധാർ കാർഡുകൾ നൽകുന്നുണ്ടെന്നും തിരിച്ചറിയൽ രേഖയായി അത് സ്വീകരിക്കുന്നത് മഹാദുരന്തമാകുമെന്നും BJP നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ വാദിച്ചു. ദുരന്തമാണോ അല്ലയോ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ എന്നും വിഷയത്തിൽ അന്തിമവാദം ഒക്ടോബർ 7-ന് കേൾക്കുമെന്നും കോടതി വ്യക്തമാക്കി. നേപ്പാളിൽ യുവജന പ്രക്ഷോഭത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട സമരക്കാരെ സർക്കാർ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ചു. ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കി അധികാരമേറ്റതിന് പിന്നാലെ എടുത്തതാണ് ഈ നിർണായക തീരുമാനം. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും ചീഫ് സെക്രട്ടറി ഏക് നാരായണൻ ആര്യാൽ അറിയിച്ചു. കൂടാതെ പരിക്കേറ്റ 134 പ്രതിഷേധക്കാർക്കും 57 പോലീസുകാർക്കും സർക്കാർ സൗജന്യ വൈദ്യചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട്. ദിവസങ്ങളോളം തുടർന്ന പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഓലി രാജിവെക്കേണ്ടി വന്നിരുന്നു. തുടർന്ന് സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തുവെന്നും പാർലമെന്റ്, സുപ്രീം കോടതി, പ്രസിഡൻഷ്യൽ പാലസ് തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങൾ പ്രക്ഷോഭത്തിൽ ആക്രമിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനമാണ് പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത്. തൊഴിലില്ലായ്മയും അഴിമതിയും ഉൾപ്പെടെ നിരവധി വിഷയങ്ങളും പ്രതിഷേധക്കാർ ഉയർത്തിയിരുന്നു. ഇനി ഖത്തറിന് നേരെ ആക്രമണം നടത്തില്ലെന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഉറപ്പ് നൽകിയതെന്ന് ട്രംപ് വ്യക്തമാക്കി. അറബ് ഉച്ചകോടിക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം. ഹമാസ് മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്നും ട്രംപ് കടുത്ത മുന്നറിയിപ്പ് നൽകി. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം നേരത്തെ അറിയിച്ചെന്ന റിപ്പോർട്ടുകളും ട്രംപ് തള്ളി. ആക്രമണത്തിന് 50 മിനിറ്റ് മുൻപ് വിവരം കൈമാറിയെന്ന റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെ ഐക്യതയോടെ പ്രവർത്തിക്കുമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പറഞ്ഞു.